ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു കറിയാണ്. എല്ലാം ചേർത്ത് ഇളക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവെന്നൊന്നും പറയുന്നില്ല കേട്ടോ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അത്രേ ഉള്ളൂ. നല്ല മണം വരുന്നുണ്ട് കേട്ടാ, ഓരോരുത്തരെ എണീറ്റ് വരുന്നുണ്ട്. ആവോ നമ്മൾ ഇതുവരെ കഴിക്കാത്ത, ഇതുവരെ നമ്മൾ കേട്ടിട്ടൂല കണ്ടിട്ടൂല മട്ടരിച്ചോറ്. അതിൽ കുറച്ച് തൈര് ഒഴിക്കുക, നല്ല കട്ട തൈര് ഒഴിക്കുക, എന്നിട്ട് ഈ സാധനം കൂട്ടി ചേർത്തിട്ട് അങ്ങോട്ട് ആഹാ. ഞങ്ങള് പോള തന്നെ അപ്പൊ നമ്മള് മറ്റത്ത് അല്ലി ചേച്ചിയുടെ അവിടെ വന്നിട്ട് അടുത്ത പാചകത്തിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു കറിയാണ്. അപ്പൊ ഇത് അതേ ഈ തൊട്ട് കാണുന്ന വീട്ടിലെ ആന്റി പണ്ട് എനിക്ക് വെച്ച് തന്നിട്ടുള്ളൊരു കറി, വെച്ചത് എനിക്ക് വേണ്ടി വെച്ചതല്ല, അവിടെ ചെന്നപ്പോ എന്നെ നിർബന്ധപൂർവ്വം ഊണ് കഴിച്ചപ്പോ ഉണ്ടായിരുന്നൊരു കറിയാണ്. എനിക്കത് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അന്നൊരു മണ്ണിന്റെ ചട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ നല്ല രസമായിരുന്നു. നമ്മുടെ ഭാഗത്തൊന്നും ഇത് അധികം കണ്ടിട്ടില്ല ഇങ്ങനെ വെക്കുന്നത്. ചെമ്മീൻ നമ്മൾ മറ്റേ പച്ച ചെമ്മീൻ വെക്കില്ലേ, അതുപോലെ തന്നെ പച്ച ചെമ്മീനും ഉണക്ക ചെമ്മീനും തേങ്ങക്കൊത്തിട്ടൊരു കറി. നമ്മൾ സാധാരണ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ പടവലങ്ങ അങ്ങനെയുള്ള എന്തിനേലും കൂടെ വെക്കും. അല്ലാണ്ട് അത് തന്നെ കറി വെച്ചിട്ട് കണ്ടിട്ടില്ല. ഇത് രസമുള്ളൊരു കറി. അന്ന് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കൊറേ അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരത്തി അവിടെ അന്ന് വെച്ചിട്ട് എനിക്ക് നീ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെ പറഞ്ഞ് തന്നൊരു കറിയായിരുന്നു. പക്ഷെ കൈയോടെ റെസിപ്പി വാങ്ങിച്ചു. അന്നൊന്നും ഇത്രയൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും അല്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ചെയ്തോരൊന്ന് തുടങ്ങിയപ്പോ ഇതൊരു നമ്മുടെ അവിടെ കാണാത്തൊരു ഐറ്റം. ആ പുള്ളിക്കാരത്തി എവിടുന്ന വീട് ആരക്കുഴ, കോട്ടയം, തൊടുപുഴ, പാല ആ ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്തൊക്കെ ആ ഭാഗത്തുനിന്നൊക്കെ ചിലപ്പോ ഇത് ഉണ്ടാവുമായിരിക്കും. നമ്മുടെ ഭാഗത്ത് അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. ശരിയാ. അപ്പൊ ഞാൻ ഒരു സുട വെച്ച് നോക്കിയപ്പോ അവിടെ അവര് ഷട്ടിലൊക്കെ അവര് പറഞ്ഞു നല്ലതാണ്, ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല രസമുണ്ടാവും. ഇതിപ്പോ ഉണക്കച്ചെമ്മീന്റെ തലയും പാലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. തലയും പാലും വെറുതെ ഇങ്ങനെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഇട്ടു. ഒരു മൺചട്ടിയിലാണ് കേട്ടോ ആദ്യം തന്നെ ഇത് ഇട്ടു. അപ്പൊ അത്യാവശ്യം വേണം, കുറച്ചധികം വേണം അല്ലേ? വേണം, കുറച്ച് വേണം. അപ്പൊ ഇതില് ഇഞ്ചി, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 4 ഐറ്റംസ് കൂടി ചതച്ചതാണ് കേട്ടാ ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് തേങ്ങാക്കൊത്തിടുന്നു. ഇന്നൊരു കണക്കൊന്നുമില്ല, ഇട്ടാ രസമാണ് അത് തന്നെ. ഇത് ഭയങ്കര വെറൈറ്റി സാധനമായിട്ട് കേട്ടാ ഇപ്പൊ തന്നെ കാണുമ്പോ. കുടംപുളിയാണ് ഇടുന്നത്. അത് സെയിം മറ്റത് എങ്ങനെയാണോ ചെയ്യണത് അത് തന്നെ, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും അതിലില്ല. പക്ഷെ നമ്മുടെ അവിടെ ഈ ഉണക്കച്ചെമ്മയോട് നമ്മൾ ചെയ്യാറില്ല എന്ന് മാത്രം. മുളക് പൊടി ഇതൊക്കെ എരിവിനനുസരിച്ച്. കാശ്മീരി. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി അല്ലേ? 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വേപ്പില, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, വെള്ളം ഏതാണ്ട് അതിന്റെ ഒരു നെഗൊക്കെ, എന്നാലും ആ ചെമ്മീനൊന്ന് വെന്ത പോലെ വരുള്ളൂ. കുറവാണ് തോന്നിയാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒഴിക്കാം. പിന്നെ ഇത് തലേദിവസം വെച്ചിട്ട് ഇന്ന് എടുക്കണമെങ്കിൽ രസം ഇളക്കാം. എല്ലാം ചേർത്ത് ഇളക്കുന്നു. അതൊക്കെ തന്നെ കഴിഞ്ഞത് വറ്റിച്ച് വരുമ്പോ ഒന്നുമില്ല. ഇനി ഒന്ന് വെന്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും വേപ്പില ഇട്ടിട്ട് ആക്കാം. നല്ല കറിയുമാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ആദ്യം തന്നെ തലയും വാലും കളഞ്ഞിട്ട് വറക്കണം കേട്ടോ. അത് നമ്മൾ ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല, അത് ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ തേങ്ങാക്കൊത്ത് കഷ്ണങ്ങളാക്കലും മാത്രം ഒരു പണിയുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കി. വെളുത്തുള്ളി വളരെ കുറച്ച് മതി അല്ലേ? വളരെ കുറച്ച് മതി കേട്ടോ, ചുമന്നുള്ളി കൂടുതൽ വേണ്ടേ. നമ്മളിവിടെ ഇവിടത്തെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരി മുളക് ഇതാണ് ഇതിൽ ചതച്ചിട്ടിട്ടുള്ളത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന് തന്നെ എരിവുണ്ടാവും. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. വേണം. കത്തിച്ചു. ഇനി മൂടി വയ്ക്കണം. തീ കത്തിക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. തിളച്ചിട്ട് മൂടി വെച്ചാലും മതിയാ. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കണ കാരണാട്ടാ ഈ 2 അടുപ്പ് കൊണ്ടുവച്ചിട്ടുള്ളത്. 2 അടുപ്പിന്റെ ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ ഊരൊക്കെ ചെയ്യാം. അന്നൊരു പിണ്ടി കൊണ്ടൊരു സലാഡോ അതിന് പറയാ, അച്ചാറോ? സലാഡ് തന്നെ പറയാറ്, ഞങ്ങളുടെ സലാഡ് എന്ന് പറയും.
ആ സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അതും ഇടാൻ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. അത് വേറെ കിട്ടാനില്ല, അതുകൊണ്ടാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല എന്ന് വെച്ചാൽ പിണ്ടി ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അതിൽ കൂടുതൽ ഇട്ട് വെച്ചാൽ അതിന് ഭയങ്കര ഉപ്പ് പിടിക്കും. നമ്മൾ സാധാരണ പിണ്ടി ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുക്കുക, ചൊറുക്കെ ഉപ്പിട്ടിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. വെള്ളം തിളപ്പിക്കണമെന്ന് കൂടിയില്ല. അപ്പൊ 2 ദിവസമല്ലേ ഇരിക്കണുള്ളൂ, 2 ദിവസം മതി. അല്ലെങ്കിൽ അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. കൂടുതലായ ഫ്രിഡ്ജിൽ വെച്ചാലോ? ഫ്രിഡ്ജിൽ വെച്ചാ എനിക്കറിയാം, നമ്മളിവിടെ ഇട്ട് വെക്കണ കാരണമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പൊ എടുത്ത് തീരും. അങ്ങനെ കൂടുതൽ വെക്കണ ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാൻ. എന്നിട്ട് പിന്നെ അത് അതിൽ നിന്ന് എടുത്തിട്ട് തന്നെ ചുവന്നുള്ളിയാണ് ശരിക്കും ഇടേണ്ടത്. പക്ഷെ നമ്മൾ കുറെ ചെയ്യുമ്പോൾ ചുവന്നുള്ളി ഒന്നും നടക്കണ കാര്യമല്ല. അപ്പൊ അതിലേക്ക് കുറച്ച് സബോള അരിഞ്ഞ് നല്ലോണം അരിഞ്ഞിടും, നല്ലോണം ചെറുതാക്കി. പിന്നെ ഉണക്കമുളകും കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചതച്ചത്, കുറച്ച് കാശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ, വേപ്പില, ഉപയോഗിക്കാം. ഇനി നമ്മൾ വീണ്ടും വരുന്ന സമയത്ത് പിണ്ടി സമയമാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാ പിണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വെട്ടിയത് നേന്ത്രവാഴയുടെ ഇതാണ്. പക്ഷെ ആ പിണ്ടി എടുത്ത അതിനൊരു കറക്കണ പോലെ ഉണ്ടാവും. ഏറ്റവും നല്ലത്. അതിപ്പോ കറി വെക്കാനായാലും പാളയംകോടൻ ടേസ്റ്റ്. അപ്പൊ പാളയംകോടന്റെ ആണ് നമ്മൾ ഇടാറ്. അതാണ് രസവും. പലരും ചോദിക്കാറുണ്ട് ഇവിടെ, നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓർഡറിന് കൊടുക്കുമ്പോൾ പിണ്ടി ഉണ്ടെങ്കിൽ വേണം എന്ന് പറയുമ്പോൾ പിണ്ടി പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കിട്ടണ സമയത്ത് കൂടുതൽ ഇത് എടുത്ത് വെക്കാൻ പറ്റില്ല. ഇല്ല, അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കിയിരുന്നു അങ്ങനെ കൂടുതലുള്ളപ്പോ. അപ്പൊ എന്താ വെച്ചാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിന്റെ കടിക്കുമ്പോ ഉള്ള ഒരു ഇതില്ല, അത് പോവും. അപ്പൊ ഇങ്ങനെ ശരിക്കും നമ്മളിപ്പോ ഉപ്പിലൊക്കെ ഇട്ട സാധനം കുറച്ച് കഴിയുമ്പോ അതിന്റെ ഒരു ഇത് പോലെ അതുപോലെ ആവും. പിണ്ടി വേഗം ആവും. പിന്നെ അത് മാത്രല്ല, ഉപ്പ് ഭയങ്കര വേഗം പിടിക്കും. ഇത് പിടിക്കാൻ തലേദിവസം ഇട്ട് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും ആയിട്ടുണ്ടാവും. രമാദേവി എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് അവര് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം. ഈ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. വലിയ ഓർഡർ അല്ല, എന്നാൽ കൂടി അവര് നോൺ വെജ് കഴിക്കണതല്ല. പക്ഷെ വീട്ടിലുള്ള മക്കളും മരുമക്കളൊക്കെയാണ് കഴിക്കണേന്ന് തോന്നുന്നു. എന്നിട്ട് അവരിവിടെ വന്നു, ഭക്ഷണം കൊണ്ടുപോയി, ബിരിയാണിയും ബീഫ് അങ്ങനെ എന്തൊക്കെയോ ഒന്ന് കൊണ്ടുപോയിണ്ടായിരുന്നു. അതിഷ്ടമായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ വീഡിയോ വന്നതെന്ന് തോന്നുന്നു. 2 പ്രാവശ്യം ഗൾഫിലാണ്. അത് കഴിഞ്ഞിപ്പോ ഈ അടുത്തവര് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് വീണ്ടും ഭക്ഷണമൊക്കെ കൊണ്ടുപോയി. നല്ല ഭക്ഷണമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞല്ലേ. രമാദേവി ചേച്ചി ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കും. അതെ, ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അത്രേ ഉള്ളൂ. എന്റെയോ സൈമന്റെയോ ഒന്നും മിടുക്കോ കഴിവോ ഒന്നും അല്ല ഇതിന്റെയൊക്കെ ഒരു. പിന്നെ എന്നെ കുറെ അമ്മമാരും വിളിച്ചിട്ട് പറഞ്ഞത് ഇതാട്ടോ, മോളെ ഇതൊരു ദൈവാനുഗ്രഹമുള്ള പണിയാണ്, ഭക്ഷണമാണ് ചെയ്യുന്നത്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിയാണ്. ഇത് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കാൻ പോവാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. ഉപ്പൊന്ന് നോക്കിയിട്ട് ഓരോരുത്തരാ എണീറ്റ് വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഉപ്പിട്ടൂടെ തരിയും കൂടി. ഇനി പുളിയൊക്കെ ഇറങ്ങുമ്പോ ഉപ്പ് എന്തായാലും വേണ്ടി വരും. നോക്കിയിട്ട് ഇടാം, കൂടണ്ട. കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ലേശം കുറവുണ്ട്. അല്ലി ചേച്ചിയുടെയും സൈമൺ ചേട്ടൻ്റെ ഒക്കെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് ഇട്ടുന്നു. ഇത് ആ സൈമണാണ്, ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ കാരണം കൊണ്ട് മറ്റേ ക്ലാസ്മേറ്റ്സ് സിനിമയിലത്തെ പോലെ എന്നിട്ട് വല്ല റീയൂണിയൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡിസംബറിലൊക്കെയാണ് അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇവർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒന്ന് ഇളക്കിയിടുന്നു. കാശ്മീരി മുളക് പൊടി ഇട്ടാറുണ്ട്, നല്ല കളറുണ്ട്. എരിവ് അധികം ഇല്ല. അല്ല, ഇത് കാണുമ്പോ നമ്മൾ ശരിക്കും ഭയങ്കര എരിവാണ്. മറ്റേ പച്ചമുളകിന്റെ എരിവുണ്ടാവും. ഇച്ചിരി എരിവുണ്ട്. എരിവില്ല എന്നല്ല, ചെമ്മീന്റെ വെച്ചു തുടങ്ങിയത് ഈ പ്രാണി വരും. അതെ, അവിടെ അകത്താണെങ്കിൽ നമ്മൾ ആ ചെമ്മീൻ വെച്ചാൽ അത് അവരെ ജനലേ കൂടെ ഈ സാധനം ഉണക്ക ചെമ്മീൻ മാത്രല്ല, പച്ച വെച്ചാല് കൂന്തള് ഒക്കെ വെച്ചാൽ ആ പ്രാണി വരും. എന്താ അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും ഇളക്കുന്നു. ഉപ്പൊന്ന് നോക്കണം, ചൂടുണ്ടാവില്ലേ? അത് പോയി. ഉപ്പുണ്ട്. കൈ തുറച്ചോളാം. ഉപ്പുണ്ടല്ലോ.
ഇനിയിപ്പോൾ ഏതാണ്ടൊക്കെ ആയി അത് അതും വേവായി ഉണ്ടാവില്ലേ തേങ്ങക്കൊത്തൊക്കെ എന്താ പറയുക ആവോ അതെ ചേച്ചി നോക്കിട്ട് പറഞ്ഞാ മതി നല്ലത്. വെന്തുണ്ടാവും വേവാനൊന്നുമില്ല. ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുക. ആ ഇതിങ്ങനെ വെച്ച് 2 മിനിറ്റ് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വലിഞ്ഞ് ആ എന്നിട്ട് ഇതിന് നാളത്തേക്കാണ് ടേസ്റ്റ് വരാല്ലേ പുളിയൊക്കെ ഇറങ്ങിയിട്ട്. കൂട്ടി തീയൊന്ന് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊന്നും പെട്ടെന്ന് വലിയാനായിട്ട്. ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈപ്പ് കറിയാണ് അത് ലൂസാക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഇതാണ് ടേസ്റ്റ് ടേസ്റ്റ് ഒന്നും എനിക്ക് ടേസ്റ്റ്. ഇതാണ് രസം എന്ന് തോന്നുന്നു. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് വേപ്പില ഇട്ടു. ഇത് തന്നെ ഇതിനുള്ള പണി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അല്ലേ? രസമുള്ള പണി, നല്ല ടേസ്റ്റുമാണ്. കഴിഞ്ഞ പരിപാടി തീ എടുത്തി. ഈ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വറ്റും, ഒന്നുകൂടിയും ഡ്രൈ ആവും. അങ്ങനെ വലിയണം ഒന്നും കൂടി ഇരുന്നാൽ അതിൻ്റെ ഒരു അന്ന് തിന്ന രസം എനിക്ക് ഇന്നും എൻ്റെ വായിലുണ്ട്. ഞാൻ വെച്ചിട്ട് ഇങ്ങനെയൊന്നും ആയില്ല. ആ പുള്ളിക്കാത്തിയോട് ചോദിച്ചപ്പോൾ ആൾക്ക് ഓർമ്മയില്ല ഇപ്പൊ എങ്ങനെയാ വെക്കണേന്ന്. അപ്പൊ ചേച്ചി ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതല്ലേ? ശരി. അല്ലാണ്ട് ആ ആന്റി പറഞ്ഞിട്ടുള്ള ആന്റിക്ക് ഞാൻ ചോദിച്ചു അവിടെ പോയിട്ട് കുഞ്ഞമ്മ ആന്റിക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അങ്ങനെ ഒരു സാധനം തന്നു. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോൾ ആള് അല്ല ആൾക്ക് ഓർമ്മയില്ല. പത്രം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടട്ടെ? ഇട്ടോളൂ. ഇത് അത്ര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ചേട്ടാ. എന്തൊക്കെ ചേർത്തോന്ന് അറിയില്ല എനിക്ക്. നോക്കിയാൽ മതി. ഇത് ചോറ് കൂടി ചോറിന് അല്ല ചെമ്മിയാണ്ട് അത്ര തന്നെ ഉള്ള അതിനകത്ത് വേറൊന്നും ചൂടുണ്ട്. ഞാൻ പിടിക്കണ താഴെ ഇടില്ലല്ലോ. ഭയങ്കര നല്ലതാണ് എനിക്കറിയാം. അടിപൊളി ടേസ്റ്റ്. നമ്മൾ ഇതുവരെ കഴിക്കാത്തത് തന്നെയാ. നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ കോട്ടയം വശത്തുള്ളവർക്ക് അറിയാം. പണ്ടത്തെ റെസിപ്പി ആയിരിക്കും അത്. നമ്മുടെ ഭാഗത്തില്ല എന്തായാലും. തൃശ്ശൂര് ഇല്ല. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ചോറിന്റെ കൂടെ നല്ലതാ. മിന്നിച്ചുണ്ട് എല്ലാം കൂടി കഴിക്കണ്ട. വേപ്പിലും നാളികേരക്കൊത്തും ചെമ്മീനും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കണം. അല്ല ഈ ഉണക്ക ചെമ്മീനോട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുക. അത് ഞാൻ പണ്ട് നിങ്ങളിങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കാണാത്തത് കാണിക്കണ്ടേ. അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മതി. ചേട്ടാ വെറുതെ എക്സ്പ്രഷൻ ഇട്ടതല്ല കേട്ടാ, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല നല്ലതാ. ഇത് നല്ലതാ. അതെ ചിലപ്പോ നമുക്കറിയാം ചില സാധനം വെക്കുമ്പോ ശരിയുണ്ട്. പിന്നെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ എരിവുണ്ട് ഇട്ടത്. എരിവുണ്ട്. അത് പറഞ്ഞു. നല്ല ചൊടിയുണ്ട്. ചൊടി ഇതിന്റെയാണ് കാന്താരി മുളകിന്റെ ചൊടിയാ. എന്നാലും അതിന് രസമുള്ളൂ. കുറച്ചൊരു ചൊടി വേണം. കല്ലൊക്കെ സാധനം കേട്ടാ. ധൈര്യമായിട്ടുണ്ടാക്കുക. അതെ എളുപ്പത്തില്. ചേട്ടന് വേണ്ടല്ലോ ഇത് ധൈര്യമായിട്ടുണ്ടാക്കി. എളുപ്പത്തിൽ ചെയ്യാം. അധികം ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ചോറിലേക്ക് പിന്നെ വേറൊരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇത് മാത്രം മതി. ഇത് ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോറ് ചിലപ്പോ കണ്ടമാനം കഴിക്കും. അതാണ് ഒരു കുഴപ്പം. നല്ല ചൊടിയുള്ള നല്ല കറി. അടിപൊളി സാധനം. അപ്പൊ ഈ പാചകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലി ചേച്ചിന് മനസ്സിലായില്ലേ? ഇനി വേറെ 2-3 പേരും കൂടി ഉണ്ട്. പിന്നിൽ പ്രവർത്തിച്ചല്ല, മുന്നിലായിരുന്നു അല്ലി ചേച്ചി. പിന്നിൽ നിന്നിട്ടുള്ളത്. മറ്റേ ഇഞ്ചി ഉള്ളി അങ്ങനെ ചതച്ചൊക്കെ വെക്കാൻ വേണ്ടി. ഇതല്ലേ നല്ല മട്ടരി ചോറ്. അതിൽ കുറച്ച് തൈര് ഒഴിക്കുക, നല്ല കട്ട തൈര് ഒഴിക്കുക. എന്നിട്ട് ഈ സാധനം കൂട്ടി ചേർത്തിട്ട് അങ്ങോട്ട് ഉണ്ണാം. ആഹാ, ആലോചിക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരില്ല. ഇല്ല പിന്നെ ഉണക്കച്ചെമ്മീനൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. പിന്നെ അത് ചെയ്യാം. അത് നല്ല ചെമ്മീൻ ചെറുത് വില കുറവിന് കിട്ടുമ്പോ കുറെ വാങ്ങിയിട്ട് നമുക്ക് തന്നെ നല്ലോണം കഴുകിയിട്ട് ഉണക്കി വെക്കുക. നമ്മള് വാങ്ങിക്കാറില്ല ഉണക്കച്ചെമ്മീൻ. നമ്മൾ വാങ്ങിക്കാറില്ല.
അവര് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്. അതെ, വരുന്നുള്ളോ ചേച്ചിമാരെ വിളിക്കാം. ഇപ്പൊ 3 പേരുണ്ട്. ശരിക്കും ഇവിടെ 5 എത്ര പേരാണ്? അല്ല, ഞങ്ങള് ഓർഡറിന്റെ അനുസരിച്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് 4, 7, 8 പേര് മിക്കവാറും വലിയ പണികൾക്ക് വരുമ്പോണ്ടാവും. പിന്നെ എണ്ണ അനുസരിച്ച് ഓർഡർ വലിയ ഓർഡറിനനുസരിച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ ഓർഡർ വേറെ ഒന്നും ഇല്ലാത്തോണ്ട് ഇന്ന് ഇവിടെ 3 പേരുള്ളൂ കേട്ടാ. നാളെ മറ്റന്നാൾ ഓർഡർ ഉണ്ട്. ഇവിടെ വേറെ സാധനം ചക്ക വിയറ്റ്നാം ആ ചേച്ചിമാര് വന്നു. അപ്പൊ ചേട്ടൻ ചക്ക കാണിക്കാൻ പോയി. നമ്മുടെ പാചകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തരുണീമണികളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. അടിപൊളി. ഇതിവിടെ ഉണ്ടാക്കാറുള്ളതല്ലേ? ഉണ്ടാക്കി കാണിച്ച അവരുണ്ട് ഇപ്പൊ പറഞ്ഞത് നന്നായിണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. സരസ്വതി ചേച്ചി ആളാണ് കൊറേ വർഷമായിട്ട് ഇവിടെ ഉള്ള ആളല്ലേ. ആള് കണ്ടിട്ടില്ലല്ലോ ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവര് രണ്ടുപേരും പിന്നെ ഇവിടെ ഉള്ള അതിന് മുമ്പത്തെ പ്രാവശ്യം. ഇതാണ് സരസ്വതി ചേച്ചി. ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്? അല്ല, മണ്ണുത്തിയിലാണ്. പാണ്ടിപ്പറമ്പ്. ഞങ്ങള് പോള തന്നെ പാണ്ടിപ്പറമ്പ്. ഇവര് രണ്ടുപേരും അന്നുണ്ടായിരുന്നു. വാ ഇവിടേക്ക് വന്നിക്ക്, എന്നാലേ കാണുള്ളൂ. മുളക് തയ്യൊന്നും ആ കനാല് തന്നെയാണ്. അവിടെ തന്നെയാണ് അവരുടെ ചേച്ചിയുടെ വീട്. അതെ, അവര് ഞങ്ങളുടെ ബന്ധുക്കാരാ. കസ്തൂരിമാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടില്ലേ, അത് ഞങ്ങളുടെ ബന്ധുക്കാരാ. അതായത് അമ്മേരെ ആംഗ്ലാരെ നാത്തൂന്റെ അല്ല ആംഗ്ലാരെ ഞാൻ പറയാം ചേച്ചി അറിയണതാ വീട്. ആംഗ്ല അമ്മേരെ അമ്മായി ഇല്ലേ, അതായത് അത് നമ്മുടെ മാമന്റെ അമ്മായിമ്മേരെ ആംഗ്ലാരെ വീട്. അമ്മായിമ്മ അത് നമ്മുടെ അമ്മയില്ലേ, അതന്നെ വീട്. 22 ദിവസം അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പേരൊക്കെ മറന്നു. മണി 22 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ കനാലും തന്നെയാണ് ചേച്ചിയുടെ വീട്. മറ്റേ ഈ കുളപ്പള്ളിയിലെ ആ ചേച്ചിയില്ലേ, അവര് താമസിച്ച വീടില്ലേ, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. അവിടെ പ്രളയം വന്നപ്പോഴേ മോളിൽ നിന്ന് വെള്ളം വന്നിട്ട് അവിടെ ആട്ടും കൂടെ ഒക്കെ പോയി പറയുന്നു. പിന്നെ അവര് ഇവര് ഇവിടെ അറിയാം. പറഞ്ഞോ, പേരൊക്കെ പറഞ്ഞോ. ചേച്ചിയുടെ പേര് സുധ, വിജി. രണ്ടുപേരും ഇവിടെ തന്നെ ഉള്ളവരാണ്. ഇവിടെ ഈ ഉണ്ടാക്കണ സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? അപ്പൊ വീട്ടില് പോകുമ്പോ മക്കളൊക്കെ പറയില്ലേ നല്ല ടേസ്റ്റ് എല്ലാ സാധനവും തന്നായിരിക്കും. പിന്നെ മനസ്സിലായില്ലേ ആരുണ്ടാക്കണ ആളാണ്. സപ്പോർട്ടാണ് എല്ലാത്തിനും അവര് എന്റെ ഒപ്പം ഉണ്ടാവും. അല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു അല്ല ഇപ്പൊ ഇവര് എന്റെ കൂടെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ അവരത് പറയുകയും ചെയ്യും. അത് ശരിയായിട്ടില്ല കേട്ടാ. പിന്നെ നമ്മളത് ശരിയാവണ വരെ അത് പണിതുകൊണ്ടേ ഇരിക്കും. നമ്മളിപ്പോ ഈ ചെറിയ ഓർഡർ അല്ല പറയണ, വലിയൊരു ഓർഡറിന് നമ്മളിപ്പോ അത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമ്മളത് ശരിയാക്കിയിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ. പക്ഷെ നേരം വൈകുമ്പോ ചേട്ടന്റെ വായിലിരിക്കണൊക്കെ കേൾക്കും, എന്നാ കൂടി അത് ശരിയാക്കിയിട്ട് തന്നെ വിടുള്ളൂ. അതെ, അതാണ് ആത്മാർത്ഥം എന്ന് പറഞ്ഞ ഈ ഫുഡിന്റെ പരിപാടി എന്ന് പറയണതേ. ഇല്ല, എനിക്കത് കഴിഞ്ഞ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ എനിക്കൊരു ഇപ്പൊ ഒരു പരിപാടി കൊണ്ടുപോയി ഇപ്പൊ ഇവരത് കഴിഞ്ഞാൽ ഇവര് രാവിലെ പുലർച്ചെ കഴിഞ്ഞിട്ടാവില്ല ഇവര് ഉറങ്ങിണ്ടാവും. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഒത്തുപോയി ഇരിക്കണ്ടാവും. ഇവര് ഉറങ്ങുമ്പോ നമ്മൾ അവിടെ ഇരിക്കണ എന്ത് പറയാനാണ് വിളിക്കണേ. എനിക്ക് പോയി കഴിഞ്ഞ ഒരു ഫോൺ സൈമണ്ട വന്നു എനിക്ക് പേടിയാ. എന്തിനാണോ വിളിക്കുന്നത്? അല്ല അപ്പൊ ചിലക്ക് ഇടയ്ക്ക് ചൂടാ. അപ്പൊ സായം പറയാം, നീ ഇവിടെ കിടന്നിട്ട് നിനക്ക് കാണിച്ചാൽ അവിടെ ആൾക്കാരെ കാണേണ്ടത് ഞാനാണ് പറയാം ഇടയ്ക്ക്. എന്നാലും നമ്മളിതിങ്ങനെ ഓരോന്ന് പേടിയാണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പിന്നെ ഇതല്ല ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കഴിവല്ല, അതെല്ലാം ദൈവാനുഗ്രഹമാണെന്നുള്ള ഒരു ഒറ്റ വിശ്വാസമാണ് നമുക്ക്. പിന്നെ എപ്പോഴും 4 കാലുമ്പോൾ നമ്മൾ നിൽക്കുക, വീണാൽ പൂച്ചയുടെ പോലെ. എങ്ങനെയാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാലും അതൊരു റെഡിയാക്കും. അത് അങ്ങനെ തന്നെ വിടുള്ളൂ. ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അത് പോയിണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ.